നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ദിവസങ്ങൾക്കുള്ളിൽ സമൻസ് വന്ന് അറസ്റ്റിലാകുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രവചനം വരികയാണ്. ഇന്നലെ കണ്ണൂർ മാട്ടൂർ നോർത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KM ഷാജി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ആഴ്ചകൾക്കുള്ളിൽ വീണ വിജയന് സമൻസ് വരും, അകത്താവുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരത്തിൽ പങ്കുണ്ടെന്ന് 2020 കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണം നേരിടുന്ന കേസുകളിൽ ആരാ വാദിക്കാൻ വന്നതെന്ന് അറിയാമോ? വൈദ്യനാഥൻ. അദ്ദേഹത്തിന് എത്ര രൂപയാണ് നൽകുന്നത് എന്ന് അറിയാമോ? 50 ലക്ഷം രൂപ. സ്വന്തം മകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന കേസിൽ 50 ലക്ഷം രൂപ ഞങ്ങളുടെ പണം എടുത്തു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? നിങ്ങളുടെ മകൾ കുടുങ്ങിയാൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. എന്റെ പേരിൽ കുറെ കേസുകൾ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആരാണ് കേസ് നടത്തിയത്? ഞാനല്ലേ കോടതിയിൽ പോയത്? നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട, ചോദിക്ക. പാർട്ടിയിൽ നിന്ന് 10 പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ വന്ന നട്ടിൽ നിവർത്തി നിൽക്കാൻ എനിക്കാവുന്നത് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ തന്നെ കേസ് നടത്തിയത് കൊണ്ടാണ്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ പൈസ എടുത്തിട്ടാണോ നടത്തേണ്ടത്? KSIDC മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതോ? ഇങ്ങനെ വൈദ്യനാഥന് പൈസ എടുത്തു കൊടുക്കാൻ ബാംഗ്ലൂരിൽ ഹാജരായ അഭിഭാഷകന് ഒരു സിറ്റിംഗിന് 1 കോടി രൂപയാണ്. സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ ഫീസ് ഒക്കെ എനിക്കറിയാം. ഞാൻ പോയി നോക്കിയതാണ്. ഫീസ് കേട്ടപ്പോൾ ഞാൻ തിരിച്ചോടിയതുമാണ്. അത്രമാത്രം ഫീസാണ്. ഈ രാജ്യത്തെ ഒരു മതേതര മൂവ്മെന്റിനെ നിങ്ങൾ എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ബോംബെയിൽ വന്നില്ലേ? കശ്മീരിൽ വന്നു. സീതാറാം യെച്ചൂരിക്ക് അവിടെ വന്ന് പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ നടക്കും? AKG സെന്ററിൽ ചായയുടെ പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരണം. ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ വരാനില്ല. പാർട്ടി സെക്രട്ടറി യെച്ചൂരിയാണെങ്കിലും മുതലാളി പിണറായി വിജയനാണ്. അതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾ പങ്കെടുത്തിട്ടുമില്ല. ആ യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് വീണ ജയിലിൽ കാണുമായിരുന്നു. അതുകൊണ്ട് പങ്കെടുത്തില്ല. അതല്ലേ ഉത്തരം എന്നാണ് ഷാജിയുടെ ചോദ്യം. എന്തായാലും വീണ വിജയന് സമൻസ് ഏത് നിമിഷവും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത നടപടി എന്നത് കണ്ടറിയാം.